ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് വെറുതെ വന്നു പോകാനല്ല, നമ്മുടെ ആത്മാവിൻ്റെ ഭാഗമാകാനാണ്. ശരീരം കൊണ്ട് അകന്നാലും റൂഹ് കൊണ്ട് ഒന്നായിരുന്ന അനുവിൻ്റെയും ഷാനയുടെയും കഥ. നീ എന്ന റൂഹ്. നിങ്ങൾ ഒരു പ്രണയിതാവാണെങ്കിൽ ഈ കഥ നിങ്ങളുടെ ഹൃദയത്തെ എവിടെയൊക്കെയോ ഒന്ന് തൊട്ടുപോകും. അനുവും ഷാനയും. അവർക്കിടയിൽ വാക്കുകളേക്കാൾ കൂടുതൽ സംസാരം മൗനത്തിനായിരുന്നു. ഒരുമിച്ച് നടന്ന വഴികൾ, പങ്കുവെച്ച തമാശകൾ, പരസ്പരം നോക്കിച്ചിരിച്ച നിമിഷങ്ങൾ. ഷാനയ്ക്ക് അനുവെന്നാൽ അവളുടെ ലോകമായിരുന്നു. അവൾ അവനെ വിളിച്ചിരുന്നത് റൂഹ് എന്നായിരുന്നു, അതായത് തൻ്റെ ആത്മാവ് എന്ന്. ഒരാൾക്ക് മറ്റൊരാളെ എത്രത്തോളം ആഴത്തിൽ സ്നേഹിക്കാൻ കഴിയുമോ അതിൻ്റെ അങ്ങേയറ്റമായിരുന്നു അവർ. പക്ഷേ വിധി എന്നും സുന്ദരമായ പ്രണയങ്ങളെ പരീക്ഷിക്കാറുണ്ട്. സന്തോഷത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് അനുവിനെ ഒരു മാരകരോഗം പിടികൂടുന്നത്. താൻ ഇല്ലാതായാൽ തൻ്റെ ഷാനയുടെ അവസ്ഥ എന്താകുമെന്നോർത്ത് അവൻ വിങ്ങിപ്പൊട്ടുമായിരുന്നു ദിവസവും. അങ്ങനെ അനുവിൻ്റെ മരണം അടുത്തു. മരണക്കിടക്കയിൽ വെച്ച് അവൻ അവളോട് പറഞ്ഞു, "ഞാൻ മരിക്കില്ല ഷാന. നിൻ്റെ ശ്വാസമായി, നിൻ്റെ ഓർമ്മയായി, നിൻ്റെ ഉള്ളിലെ റൂഹായി ഞാൻ എപ്പോഴും ഉണ്ടാകും." ആ വാക്കുകൾ ഒരു പ്രവചനം പോലെയായിരുന്നു. അധികം വൈകാതെ പ്രിയപ്പെട്ടവളുടെ കൈകൾ ചേർത്ത് പിടിച്ച് അനു ഈ ലോകത്തോട് വിട പറഞ്ഞു. അനു പോയി, പക്ഷേ ഷാന തനിച്ചായില്ല. എല്ലാവരും കരുതിയത് അവൾ തകർന്നു പോകുമെന്നാണ്. എന്നാൽ അവൾ ജീവിച്ചു, അനുവിനു വേണ്ടി. അവളുടെ ഓരോ പ്രവൃത്തിയിലും അനുവിൻ്റെ സാമീപ്യം അവൾ അനുഭവിച്ചു. കണ്ണാടിയിൽ നോക്കുമ്പോൾ അവൾ അവളെ അല്ല കണ്ടത്, പകരം അനുവിൻ്റെ ചിരിയായിരുന്നു. മരണം എന്നത് വെറും ഒരു ശരീരത്തിൻ്റെ വേർപാടാണെന്നും സ്നേഹിക്കുന്നവർ എന്നും ആത്മാവിൽ ഒന്നാണെന്നും ലോകത്തിന് കാണിച്ചു കൊടുത്തു ഷാന. അവൾക്ക് അവൻ ഇപ്പോഴും അവളുടെ റൂഹ് തന്നെയാണ്. പ്രണയമെന്നാൽ ഒരാളെ സ്വന്തമാക്കൽ മാത്രമല്ല, ഒരാളുടെ ഓർമ്മകൾ ജീവിക്കൽ കൂടിയാണെന്ന് ഈ നോവൽ നമ്മളെ പഠിപ്പിക്കുന്നു. അനുവിനെ പോലെ പ്രണയിക്കാനും ഷാനയെപ്പോലെ കാത്തിരിക്കാനും എല്ലാവർക്കും കഴിയില്ല. ഈ കഥ കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വന്ന മുഖം ആരുടേതാണ്? അത് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു മനോഹരമായ കഥയുമായി വീണ്ടും കാണാം.